ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് അനിയത്തീൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വ്ളോഗാണ് കേട്ടോ. ഞാനും അമ്മവും മോനും കൂടിയാണ് കേട്ടോ അവിടെ 2 ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി പോയത്. ഞങ്ങളെല്ലാവരും രാവിലെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ എണീറ്റത്. പിന്നെ പല്ല് തേപ്പും മേലുകഴുകലൊക്കെ ആയിട്ട് ഞങ്ങളിത് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അത് പുറത്തിറങ്ങിയപ്പോൾ മുറ്റത്ത് ഈ കുമ്മായപ്പൊടി വിതറിയിട്ടുണ്ട് കേട്ടോ, ഈ തെന്നൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുക്കളയിൽ ഇത് അനിയത്തി രാവിലെ തന്നെ ചായ പരിപാടിയിലാണ്. ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചായ റെഡിയാക്കിയത് അമ്മുവാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും പുഴുങ്ങിയ പഴവും ചായയും അതേപോലെ കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 11 മണി 12 മണി ആയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. അത് നല്ല മഴ പെയ്യാണ്. ഒരുത്തനകത്ത് കയറാണ്ട് ചെടീൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ. അവന് മഴ പെയ്തിട്ട് അതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് മഴേൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിലേക്ക് വന്ന് കയറി ഇറങ്ങി ഇങ്ങനെ പോകാണ് കേട്ടോ. പക്ഷേ മഴേനെ പേടിയായിട്ടുള്ള എൻ്റെ മോൻ എൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടി ഞാനവന് ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ അനിയത്തി അവനെ കുടയൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഈ കുടേൻ്റെ അകത്തായിരുന്നു കേട്ടോ കളി. അത്യാവശ്യം മഴയൊക്കെ കൊണ്ട് മേല് മൊത്തം ചെളിയൊക്കെ തെറിച്ചപ്പോൾ അവൻ്റെ വീണ്ടും അകത്തേക്ക് വന്ന് എന്നിട്ട് വീണ്ടും ഇനി കാല് കഴുകാൻ വേണ്ടി പോയി നിൽക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് കാലൊക്കെ കഴുകി വന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി തലയൊക്കെ തോർത്തി കൊടുത്തു കേട്ടോ അവള്. അപ്പോഴും ഞങ്ങളിതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ മഴയൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ ഒരുക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് തോണിക്കടവിലേക്ക് പോകാൻ കേട്ടോ. അപ്പോഴേക്കും അത്യാവശ്യം നല്ല കാലാവസ്ഥയായിട്ടോ, ചെറുതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങി. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ തോണിക്കടവ്. അവളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് യാത്ര തന്നെയുള്ളൂ ഇങ്ങോട്ട്. 30 രൂപയാണ് ടിക്കറ്റിന്. ഈ ടിക്കറ്റ് തന്നെ നമ്മൾ കരിയത്തുംപാറ കാണിച്ചാൽ നമുക്ക് അവിടെയും കയറാൻ പറ്റും കേട്ടോ. പിന്നെ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നത് ശരിക്കും മെയിനായിട്ട് ഇതിൻ്റെ മുകളിലൊരു ക്ലോക്ക് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചുറ്റുമുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് കയറാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ ക്ലോക്ക് ടവർ ബിൽഡിങ്. അതിൻ്റെ മുകളിൽ കയറാനാണ് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത്. പിന്നെ എൻ്റെ മോൻ എല്ലാത്തിലും കയറുന്നത് ഭയങ്കര പേടിയായതുകൊണ്ട് എല്ലാത്തിലും എറിശാണ് കേട്ടോ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ മുകളിലെത്തിയിട്ടോ. അത് ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ്. 3 ഫ്ലോറാണ്. ഏറ്റവും ടോപ്പിലെ ഫ്ലോറാണ് കേട്ടോ ഇത്. ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ചുറ്റോടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പതുക്കെ താഴോട്ട് ഇറങ്ങി കേട്ടോ. താഴെ ചെന്ന് നേരെ തന്നെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ഫുഡ് കോർട്ട് പോലെയുണ്ട്. ഒരു ചെറിയ ചായക്കട, പിന്നെ ഐസ്ക്രീമൊക്കെ കിട്ടും കേട്ടോ. ഞാനും അമ്മും ചോക്ലേറ്റും, അനിയത്തി വാനിലയും, പിന്നെ പിള്ളേർക്ക് 2 പേർക്കും വാനിലേൻ്റെ ഒറ്റ സ്കൂപ്പിൽ വരുന്നതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി കേട്ടോ. തിരിച്ച് ഞങ്ങൾ കല്ലാനോട് വരെ നടന്നിട്ടാണ് കേട്ടോ പോയത്. തോണിക്കടവിൽ നിന്ന് കല്ലാനോടേക്ക് ഒരു 3-4 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കഥയൊക്കെ പറഞ്ഞാണ് കേട്ടോ നടന്നു പോകുന്ന വഴിക്ക് കുറേ വയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഇത് ഇവിടുത്തെ ഫിഷ് വളർത്തൽ കേന്ദ്രമാണ് കേട്ടോ. നമ്മൾ ഈ മീനിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിയില്ലേ, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇത്. പഞ്ചായത്തിൻ്റെ വകയെങ്ങാനാണ് കേട്ടോ.
ഇവിടെ വന്നിട്ടാന്ന് തോന്നുന്നു ഈ മീൻ വളർത്തുന്ന ആൾക്കാരൊക്കെ ഈ കുഞ്ഞുങ്ങളെ വാങ്ങുന്നത്. അതിൻ്റെ നേരെ മുന്നിൽ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ഞങ്ങൾ നടന്ന് കല്ലാനോടെത്തി. കല്ലാനോടിന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോൾ പിള്ളേരെ രണ്ടുപേരെയും കിടത്തി ഉറക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിത്തേക്ക് മുട്ട ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എറിശ എണീച്ചിട്ടുണ്ടായിരുന്നു. കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് കുക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ ബിരിയാണി ഉണ്ടാക്കിയതും കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആയി. ഞാനാണ് കേട്ടോ നേരത്തെ എണീച്ചത്. അനിയത്തി എണീച്ച്, പിന്നെ ഞാനും എണീച്ച്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായയൊക്കെ ഉണ്ടാക്കി. അവളെനിക്ക് ചായ ഇട്ട് തരികയാണ് കേട്ടോ. ഞാൻ ചായ എടുത്ത് വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും എണീപ്പിച്ചതിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ചുണ്ടിലെത്തി. അവിടെ നിന്ന് ബസ് കയറി നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഉണ്ടായത്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് അങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബായ്.